ഇന്നലെ രാത്രിയിൽ വന്ന വാർത്തയായിരുന്നു. ഞാൻ പ്രൈം ടൈം എന്ന പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് ഈ അപകട വാർത്ത വന്നത്. ആദ്യം വന്ന വാർത്തയെന്ന് പറഞ്ഞാൽ കളർകോട് ഒരു ബസ് അപകടം ഉണ്ടായി. സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഒരു കാർ ഇടിച്ചു, കുറച്ച് പേർക്ക് പരിക്കേറ്റെന്ന് മാത്രമായിരുന്നു. ഞാൻ വിചാരിച്ചു മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് അപകടം തീരും. പിന്നീടാണ് മരണത്തിൻ്റെ വാർത്ത ഒന്നൊന്നായി വരാൻ തുടങ്ങിയത്. 5 വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. കായംകുളത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റും ഒരു ടവേര കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അതിലേറ്റവും അപകടകരമായ കാര്യം നമുക്ക് മനസ്സിലായത്, ഈ ടവേര കുറേ പഴക്കമുള്ള ടവേര തന്നെയാണത്. 11 പേരതിൽ യാത്ര ചെയ്തിരുന്നു. 7 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന വണ്ടിയിൽ 11 പേർ യാത്ര ചെയ്തു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ച മുഴുവൻ ആളുകളും. ഇപ്പോൾ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമാണ് എന്നറിയുന്നു. ഈ മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കുമെന്നറിയുന്നത്. വിദ്യാർത്ഥികൾ പഠിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നറിയുന്നു. പഠിച്ച അതേ കോളേജിൽ അവർ ചേതനയേറ്റ ശരീരമായി ഇന്ന് ഉച്ചയ്ക്ക് കിടക്കുമെന്നത് ചരിത്രത്തിൻ്റെ നിയോഗമാകാം. ഇപ്പോൾ മരിച്ച 5 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ആലപ്പുഴയിലെ കളർകോടാണ് ഈ അപകടം ഉണ്ടായത്. ഈ കളർകോട്ടെ അപകട സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി മനീഷ് മഗ്വ്യാൽ ചേരും. അതുപോലെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് അമൽ സുരേന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഗ്വ്യാലിലേക്ക്. മനീഷ്, ഒരു സുപ്രഭാതം പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഇല്ല എന്നെനിക്കറിയാം. മനീഷ് ഈ പറയുന്ന സ്ഥലത്തിനടുത്താണല്ലോ വീട്. എനിക്കറിയാം ഒരുപക്ഷെ ഈ അപകടം അമിത വേഗത്തിലാണോ മറ്റെന്തും കാരണത്താലാണോ, എന്തായാലും ഈ അപകടം സംഭവിച്ചു. റോഡ് അപകടത്തിൽ പൊലിയുന്ന ജീവിതങ്ങളുടെ എണ്ണം കൂടി വരുന്നു. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ് ഈ അപകടത്തിന്? നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തെ പറ്റി ആലപ്പുഴ RTO ദിലു നമ്മളോട് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. അത്രത്തോളം എന്ത് ആഘാതമായിരുന്നു ആ ഇടിക്കുണ്ടായിരുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവിടെ ഈ ആദ്യഘട്ടത്തിൽ അപകടം നടന്ന സമയത്ത് വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. ഇവിടെ എത്തിയ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എങ്ങനെ ആളുകളെ പുറത്തേക്ക് എടുക്കാമെന്ന ഇതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ വളരെ കൺജസ്റ്റഡ് ആണ്. ഈ വാഹനത്തിനുള്ളിൽ 11 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത്. ആ സമയത്ത് ഒരാളെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് മറ്റേയാൾ കൂടുതൽ കുടുങ്ങി പോകുന്നു. അങ്ങനെ നമുക്കത് സാങ്കേതികമായി പറഞ്ഞാൽ അത് ആളുകൾക്ക് ആ സമയത്ത് നമുക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ആ സമയത്ത് കൂടി ഞാനിവിടെ എത്തിയ ആളാണ്. അങ്ങനെ ഓരോ ആളെയും പുറത്തേക്ക് എടുക്കാൻ തന്നെ ഒരു 15 മിനിറ്റോളം സമയമെടുത്തു. അത്രയും സമയത്തോ കൊണ്ട് ഈ വാഹനം വെട്ടിപ്പൊളിച്ചായിരുന്നു പുറത്തേക്ക് എടുത്തത്. അങ്ങനെ ഈ വാഹനത്തിലുണ്ടായിരുന്ന 11 പേരെയും ഏറ്റവും അവസാനം പുറത്തേക്ക് എടുത്തത് ഈ വാഹനം ഓടിച്ച ആളാണ്. അയാൾക്കാണ് ഈ അപകടത്തിൽ ഏറ്റവും കുറവ് പരിക്കുണ്ടായിട്ടുള്ള ആള്. ഈ അപകടത്തെ പറ്റിയാണ്, ഇനി അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചാണ്. ഇത് ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയ ഒന്നുമല്ല, എപ്പോഴും അപകടം ഉണ്ടാകുന്ന സ്ഥലമല്ല. ഇവിടെ ഇതിനു മുൻപൊന്നും ഇത്രയും അധികം ആളുകൾ മരിച്ചിട്ടുള്ള അപകടം ഉണ്ടായിട്ടുമില്ല എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഈ അപകടം ഉണ്ടാകാൻ കാരണം, അതായത് നിലവിൽ ഇവർ സിനിമയ്ക്ക് പോകാൻ ഇവരെല്ലാവരും താമസിക്കുന്നത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലാണ്. ആലപ്പുഴ സ്വദേശികൾ ഉണ്ടെങ്കിൽ കൂടി അവർ കൂടി താമസിക്കുന്നത് ഈ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ നിന്നും ഒരു സുഹൃത്തിനെ കൂടി കൂട്ടിയ ശേഷം ആലപ്പുഴയിൽ നഗരത്തിലേക്ക് അവർ സിനിമ കാണാൻ വേണ്ടി ആലപ്പുഴ ദേശീയപാതയിലേക്ക് എത്തി. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. രാത്രി 9:30 മണി സമയമായിരുന്നു. അപ്പോഴാണ് ഈ റോഡിൽ വെച്ച്, ഞാൻ നിൽക്കുന്ന ഈ റോഡിൽ വെച്ച് ഇവിടെ നിന്നും വരികയായിരുന്ന ഈ കാറ് പൊടും തന്നെ എതിർദിശയിൽ വന്ന കായംകുളത്തേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. അതായത് ഇവിടെ ഈ അപകടം ഉണ്ടാകാൻ കാരണം, നിയന്ത്രണം തെറ്റാൻ കാരണം ഇവിടെ ഇരുട്ടായിരുന്നു, മതിയായ വെളിച്ചമില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാഴ്ചക്കുറവ് ഈ ഡ്രൈവർക്കുണ്ടായിരിക്കും. ഇത്രയും അധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പൊടുന്നനെ ബ്രേക്ക് ചവിട്ടിയ സമയത്ത് ഇത്രയും ലോഡ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിഡായി വാഹനം നിയന്ത്രണം തെറ്റി. അത് CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്, കാണാം നമുക്ക്. ആ വാഹനം പൊടുന്നനെ ഈ KSRTC ബസ്സിന്റെ മുൻപിലേക്ക് ഇടിക്കുന്നു. KSRTC ബസ്സിലേക്ക് ഇടിക്കുമ്പോൾ തന്നെ അതിന്റെ ചില്ലടക്കം പൊട്ടി വലിയ അപകടം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ഡ്രൈവർ പക്ഷേ ഈ വാഹനം കുറച്ചുകൂടി ബാക്കിലോട്ട് റിവേഴ്സ് ഈ KSRTC ബസ് എടുത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. അങ്ങനെ നാട്ടുകാർ ഓടിക്കൂടുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 11 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. 8 പേരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും 3 പേരെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നു. 3 പേർ ഈ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പിന്നീട് ഡോക്ടർമാർ നമ്മളെ അറിയിച്ചത്. ഈ മരിച്ച ആളുകളുടെ വിവരങ്ങൾ കൂടി പറയണമല്ലോ. ഈ മരിച്ച വ്യക്തികളുടെ പേരാണ് ഇങ്ങനെ. അതായത് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ. മരിച്ച 5 പേരും 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, പാലക്കാട് സ്വദേശി ശ്രീദീപ്, മലപ്പുറം
സ്വദേശി ദേവനന്ദൻ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ ഈ ചികിത്സയിലുള്ളതിൽ ഗുരുതരമായി തുടരുന്നത് കൊല്ലം സ്വദേശി ആനന്ദ് മനുവാണ്. ക്രിട്ടിക്കലാണെന്നാണ് നിലവിൽ അവിടെ നിന്ന് പറയുന്നത്. എടത്വ സ്വദേശി ആൽവിൻ ജോർജും ക്രിട്ടിക്കലാണ്. മറ്റ് ഈ കാർ ഓടിച്ച് തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ഗൗരി ശങ്കറാണ്. ഗൗരി ശങ്കറിന്റെ മൊഴി ഇന്നലെ തന്നെ RTOയ്ക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു. ഈ ഗൗരി ശങ്കറുമായി സംസാരിച്ചപ്പോഴാണ് അപകടം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾക്ക് സംസാരിക്കാനടക്കം പറ്റി. അങ്ങനെ ഇയാളുടെ ആരോഗ്യനിലയം തൃപ്തികരമാണ്. പിന്നീട് ചികിത്സയിൽ കഴിയുന്ന ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, കൊല്ലം സ്വദേശി മുഹസിൻ ഷെയ്ൻ എന്നിവരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. വളരെ ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടത് ഷെയ്ൻ ഡെൻസ്റ്റൺ എന്ന വിദ്യാർത്ഥി കൂടിയാണ്. അങ്ങനെ 11 പേർക്ക് മാരകമായ അപകടമുണ്ടാകുന്നു. 3 പേർ തൽക്ഷണം മരിക്കുന്നു. 2 പേർ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാമധ്യേ മരിക്കുന്നു. അങ്ങനെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വാഹനം കാണാൻ തന്നെ ഒരുപാട് പേർ എത്തുന്നുണ്ട്. അതിനെ നമ്മൾ അധികമായി പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇത്രയും ഈ വാഹനത്തിന്റെ കിടപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിലുള്ള ഒരാൾ പോലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നും. ഇത് വെട്ടിപ്പൊളിക്കാൻ അത്രമാത്രം പാടുപെട്ടു. അതും ആ പ്രതികൂലമായ കാലാവസ്ഥ, കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമായിരുന്നു. ഇന്ന് റെഡ് അലേർട്ടാണ്. ഇന്നലെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒരുപക്ഷെ അതായിരിക്കാം രാത്രിയിൽ സിനിമയ്ക്ക് പോകാം, നാളെ അവധിയാണെന്ന് ഉള്ള ഇതിന്റെ പേരിൽ ആയിരിക്കാം ചിലപ്പോൾ രാത്രി കൂട്ടുകാരെല്ലാവരും കൂടി 11 പേർ ചേർന്ന് ഈ വാഹനം വാടകയ്ക്കെടുത്തതാണ്. ഇത് വളഞ്ഞവഴി സ്വദേശിയായിട്ട്, അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് വളഞ്ഞവഴി. അവിടെയുള്ള വളഞ്ഞവഴി സ്വദേശിയായിട്ടുള്ള ഒരാളുടെ വാഹനമാണ്. ഈ വാഹനം 2010 മുതൽ ടവേരയാണ്. 7 പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന ഈ വാഹനത്തിൽ 11 പേർ കയറി എന്നത് ഓവർലോഡ്. മനീഷ, ഒരു കാര്യം, അതായത് ഈ CCTV ദൃശ്യം കാണുമ്പോൾ ഈ വണ്ടി ബസ്സിനടുത്തേക്ക് വരുമ്പോൾ പാളുന്നതായി നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടവേരയുടെ നടുവിലേക്കാണ് ഇടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണോ RTOയും പറയുന്നത്? അതായത് ഈ വാഹനം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിന്റെ മുൻഭാഗമായിരുന്നു ഇടിച്ചതെങ്കിൽ ഒരു പക്ഷേ അതിന്റെ മധ്യഭാഗം വരേക്കും അത് ഉള്ളിലേക്ക് ചളുങ്ങി പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാം, നമുക്ക് ഈ മുൻഭാഗത്ത് വലിയ ആഘാതം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഈ വാഹനത്തിന്റെ ഇടത് ഭാഗത്ത് ചേർന്ന് മധ്യഭാഗത്ത്, അതായത് മുൻപിൽ നിന്ന് മധ്യഭാഗത്തേക്ക് ചേർന്ന ഭാഗം പൂർണ്ണമായും തകർന്നു. ഈ ഭാഗം കാണാം. ഇവിടെ ഇരുന്ന ആളായിരിക്കാം ചിലപ്പോൾ തൽക്ഷണം മരിച്ചിട്ടുള്ളത്. ഫ്രണ്ട് സീറ്റിലെ ഇടതുവശത്തിരിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ ഈ ടയറുകൾ നമുക്ക് കാണാം. ടയറുകൾക്ക് കാലപ്പഴക്കമുള്ള ടയറാണ്. ഈ മഴയുള്ള സമയത്ത് റോഡിൽ വെച്ച് ബ്രേക്ക് ചവിട്ടിയാൽ അത് തെന്നിപ്പോകാൻ സാധ്യതയുള്ള ഒരു ടയറാണ്. ഒപ്പം തന്നെ ദേശീയപാതയിലേക്ക് കൂടി വരാം. ഈ അപകടം നടന്ന ദേശീയപാതയും KSRTC ബസിന്റെ ദൃശ്യങ്ങളിലേക്കും അടക്കം നമുക്ക് പോകേണ്ടതുണ്ട്. ഇത് ഒരു വരിപ്പാത, അതായത് 2 വരിപ്പാത 4 വരിപ്പാതയുടെ ഒക്കെ നിർമ്മാണം നടക്കുമ്പോൾ അങ്ങനെ ഒരു വരിപ്പാതയാണ്. ആലപ്പുഴ നഗരത്തിൽ ഈ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ നടക്കാത്തൊരു മേഖലയാണ്. പക്ഷേ ഇവിടെ ഈ മരത്തിന്റെ താഴെ ഇവിടെ വെച്ചാണ് ഈ വാഹനം നിയന്ത്രണം തെറ്റി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ വെളിച്ചക്കുറവുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ റോഡ് ഇടുങ്ങിയതാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ആംബുലൻസിലേക്ക് ആക്കി വണ്ടനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ഗതാഗത കുരുക്കുണ്ടായി. ഇന്നലെ രാത്രി 12 മണിവരെയും വലിയ ഗതാഗത കുരുക്ക് ഇവിടെ ഉണ്ടായി. അത്ര രീതിയിൽ ഒരു കൺജസ്റ്റഡ് ആയ മേഖല കൂടിയാണ്. അങ്ങനെ റോഡിനും ആ രീതിയിൽ പഴക്കമുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡാണ്. അതുകൊണ്ട് തന്നെ തെന്നിപ്പോകാൻ റോഡിൽ ഗ്രിപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് വളരെ വേഗത്തിൽ ഈ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് തെന്നി മാറുന്നത്. ഇനി ആ KSRTC ബസിന്റെ മുൻഭാഗം നമുക്ക് കാണാം. KSRTC ബസ് ഡ്രൈവറായിട്ടുള്ള രാജീവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം നമ്മളോട് ഇന്നലെ കണ്ട വിവരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ബസ് ആദ്യം ഇടിച്ച ശേഷം ഡ്രൈവർ പക്ഷേ റിവേഴ്സ് എടുത്തത് കൊണ്ട് കൂടുതൽ ആളുകൾ മരണപ്പെടാൻ ഇടയാക്കിയില്ല. വലിയ അപകടം ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് കുടുങ്ങിപ്പോയി. ഈ ബസ്സും ഈ കാറും തമ്മിൽ ലോക്കായിരുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ ഇട്ടത് എന്തുകൊണ്ടും ആ സമയത്ത് യുക്തിപൂർവമായ തീരുമാനമായിരുന്നു ഡ്രൈവറിൻ്റേത്. ഈ വാഹനം ഇടിച്ച സമയത്ത് എപ്പോഴും തന്നെ ചില്ലുകൾ മുഴുവനായി വീഴുന്നു. 4 പേർക്ക് KSRTC ബസ്സിലെ 4 പേർക്ക് കൂടി പരിക്കുണ്ട്. അവരുടെ വിവരങ്ങൾ കൂടി ഞാൻ പറയാം. ആ KSRTC ബസ്സിൽ പരിക്ക് പറ്റിയിട്ടുള്ളത് ബിയ, ഷീബ, ബിനോജ്, അബ്ദുൾ ഗഫൂർ. ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പലരുടെയും കണ്ണിലേക്ക് ഈ ചില്ല് തെറിച്ചു വീണിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്, കൈക്ക് പരിക്കുണ്ട്. അങ്ങനെ നിസ്സാരമായ പരിക്കുകളോടെ ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഈ 4 പേരും ചികിത്സയിലാണ്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ഡ്രൈവർ രാജീവ് ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അദ്ദേഹവും നമുക്കൊപ്പം
ഏറ്റവും അടുത്ത നിമിഷം ചേരും. ഇനി ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത് ഈ കടയിൽ നിന്നാണ്. അത് ആ കടയിൽ നിന്നുള്ള ഒരു വിഷ്വലാണ്. ആ കടയിൽ നിന്നുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള വിഷ്വലാണ് നമുക്ക് ഈ ദേശീയപാതയിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഈ കാറ് ഈ ബസ്സിലേക്ക് വന്ന് ഇടിക്കുന്നത്. ഇനി നമുക്ക് കാണാം ഈ വാഹനങ്ങൾ വരുന്നത് വളരെ കൺജസ്റ്റഡ് ആയ മേഖലയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ആളുകൾ കൂടിയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഗതാഗത കുരുക്ക് പോലെ, അല്ലെങ്കിൽ വാഹനങ്ങൾ മെല്ലെ പോകേണ്ട ഗതിയിലേക്ക് എത്തി. അത്ര വീതി കുറഞ്ഞ റോഡാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ അപകട സാധ്യത അല്ലെങ്കിൽ അപകടത്തിന്റെ ആഘാതം കൂടിയത്. ഇനി വിദ്യാർത്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ മരിച്ച 5 പേരും 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രതിനിധി അമൽ സുരേന്ദ്രനുണ്ട്. അത്തരം കാര്യങ്ങൾ ഞാൻ അമൽ സുരേന്ദ്രനോട് ചോദിക്കാം. താങ്ക് യു മനീഷ് മഗിവാൽ. മനീഷാണ് ഈ വാർത്ത ആദ്യം നമ്മളെ അറിയിച്ചതും ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതും. ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി ഇടിച്ചു എന്നായിരുന്നു മനീഷിൻ്റെ റിപ്പോർട്ട്. ആരും മരിച്ചതായ വിവരമില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന റിപ്പോർട്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് കായംകുളത്തേക്ക് പോയ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഇടിച്ചത്. 11 പേർ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് വന്ന 7 പേർ മാത്രമായിരുന്നു യാത്ര ചെയ്തെന്നൊക്കെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന വിവരം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. അമൽ സുരേന്ദ്രൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അമൽ, യഥാർത്ഥത്തിൽ ഈ കുട്ടികളെല്ലാം അവിടെ പഠിച്ചവരാണ്. അവരുടെ ചേതനയേറ്റ ശരീരം അവിടേക്ക് പൊതുദർശനമായി വരാൻ പോകുന്നു. കേൾക്കുമ്പോൾ ഈ മാതാപിതാക്കളൊക്കെ ഇത് എങ്ങനെ താങ്ങുമെന്ന് നമുക്കറിയില്ല. പറയൂ വിവരങ്ങൾ. എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെയാണ് തങ്ങളുടെ ശോഭനീയമായ ഒരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ പടികൾ കയറി വന്ന ആ വിദ്യാർത്ഥികൾ, 5 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് തന്നെ മോർച്ചറി ടേബിളിൽ കിടക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യം തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്നതിൽ വളരെയധികം വേദനയോട് കൂടിയാണ് ആ ബന്ധുക്കൾ ഈ ആശുപത്രി പരിസരങ്ങളിലുള്ളത്. അവർ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഈ ഒരു അവസരത്തിൽ അവരെ വല്ലാത്ത ഇമോഷണൽ ആയിട്ടൊരു സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രി 9:30 കൂടി ഈ അപകടം ഉണ്ടാകുമ്പോൾ അപ്പോൾ മുതൽ നമ്മുടെ റിപ്പോർട്ടർ മനീഷ് പരിപാൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങേയറ്റം ദാരുണമായിട്ടുള്ളൊരു അപകടമാണ് ഉണ്ടായതെന്ന് ആ നിമിഷം തന്നെ നമുക്ക് മനസ്സിലാവുകയുണ്ടായി. അതിന് പ്രധാനമായും ഉണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ അപകടത്തിനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് മഴയാണ്. കാലാവസ്ഥയുടെ ഒരു വ്യതിചലനമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ വിവിധ ജില്ലകളിലെല്ലാം ഇന്നലെ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ മഴ കൂടി വന്ന സാഹചര്യത്തിൽ പഴയൊരു ടവേര വണ്ടിയിൽ പോകുമ്പോൾ, 2010 മോഡൽ ടവേര വണ്ടിയിൽ പോകുമ്പോൾ ഈ മഴയുടെ മൂടലാണ് ഡ്രൈവർക്ക് ദിശ തെറ്റാനുള്ള കാരണമായത്. തുടർന്ന് എതിരെ വന്നിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചറുമായിട്ട് വണ്ടി കൂട്ടിയിടിക്കുകയായിരുന്നു. ടവേരയുടെ ഇടതുഭാഗത്തെ മധ്യഭാഗമാണ് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. അതിനെ തുടർന്ന് ഈ ടവേരയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാം വലിയൊരു ആഘാതത്തിലാണ്. ഇടിയുടെ ആഘാതം തന്നെ വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് തൊട്ടടുത്തുണ്ടായിരുന്ന കടകളിലെല്ലാം കേട്ടതെന്നാണ് നമുക്ക് തന്നെ കേട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതിനു ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുകയുണ്ടായി. പക്ഷേ ആ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും ഇവർക്ക് പ്രതികൂലമായൊരു എന്താണെന്ന് വെച്ചാൽ അവിടെ ഒറ്റവരി പാതയാണ്. ഈ ഒറ്റവരി പാതയിൽ നിന്ന് ഇവരെ എത്രയും വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ അപകടം ഉണ്ടായതുകൊണ്ട് അടുത്ത് തന്നെ വലിയൊരു ഗതാഗത കുരുക്കാണ് ഈ പാതയിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവരെ അവിടെ നിന്ന് എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ നില എന്ന് പറയുന്നത് അതീവമായിട്ട് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ വണ്ടിയിൽ നിന്ന് ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളെ എങ്ങനെയും പുറത്തെടുത്തുവാൻ എന്നത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴിയിൽ 3 വിദ്യാർത്ഥികൾ വഴിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. അവരുടെ മരണം ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഒരാൾ വരുന്ന വഴിയിലാണ് മരണപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ 5 പേരാണ് മരണപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മൊത്തം 11 പേരായിരുന്നു ആ ടവേര വണ്ടിക്കകത്തുണ്ടായിരുന്നത്. ഈ 11 പേരുടെ നിലയിൽ വളരെ വലിയൊരു ആശങ്കയായിരുന്നു ആദ്യമൊക്കെ ആശുപത്രി അധികൃതർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ അമൽ സുരേന്ദ്രനാണ് അമലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമുക്കൊപ്പം ചേർന്നത്.